ലഹരിക്കെതിരെ സൗഹൃദ മതിൽ തീർത്ത് വിദ്യാർത്ഥികൾ. കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് ചുറ്റുമാണ് 2000 വിദ്യാർത്ഥികൾ ചേർന്ന് ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹികനീതി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ലഹരി വിരുദ്ധ സന്ദേശമുള്ള പോസ്റ്ററുകൾ കയ്യിലേന്തിയായിരുന്നു വിദ്യാർത്ഥികൾ സൗഹൃദ മതിൽ തീർത്തത്. മുൻ തലമുറയിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് തങ്ങൾ കൈകോർക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിലെ വലിയ ആൾക്കാർ ലഹരി ഉപയോഗിച്ച് ഒരു കാരണം ഇനി വരാൻ പോണ തലമുറയ്ക്ക് ദോഷമാണ് ഉണ്ടാകാൻ പോണത്. അപ്പം അത് ലഹരി ഉപയോഗിക്കുന്നവരന്ന് നിർത്തണം. അപ്പം നമ്മൾ ഒരു കാണാൻ വേണ്ടി നമ്മളിതൊക്കെ ചെയ്യണത്. ഈ സന്ദേശം അയൽക്കാർക്കും നാട്ടുകാർക്കും കൈമാറുമെന്നും വിദ്യാർത്ഥികൾ. ആളുകളിൽ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന കൂടുതൽ സ്കൂൾ കുട്ടികളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറയ്ക്കാന്നുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം നൽകുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ. പഴയ ഒരുപാട് ലഹരികളുണ്ട്. മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന്, LSD, മരിജുവാന, അങ്ങനെയുള്ള ഓരോ ലഹരികളും ഇന്ന് പലരും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ അതിൽ നിന്നും മാറ്റി പുതുലഹരികളായ യാത്ര, കല, സംഗീതം, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ലഹരികളുണ്ട് മനുഷ്യർക്ക്. അതൊക്കെ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അയാളെ ആ ഒരു കഴിവിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക്. 800ഓളം വിദ്യാർത്ഥികൾ ചേർന്നൊരുക്കിയ ഇൻസ്റ്റലേഷനും ശ്രദ്ധേയമായി. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മീഡിയ 1 കോഴിക്കോട്.